ഹായ് ഫ്രണ്ട്സ്, ഹിന്ദി കമ്പൈൻഡ് സ്റ്റഡി ലേണിംഗ് ടുഗദറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 17/1/2021 ഞായറാഴ്ച കേട്ടറ്റ് ഹിന്ദി കാറ്റഗറി 3 എക്സാം കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും നല്ല എക്സാം ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം HSI നോട്ടിഫിക്കേഷൻ വിളിക്കാനുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസിലെ ആൻസർ എന്തൊക്കെയാണെന്ന് അറിയണം. ഈ വീഡിയോയിൽ അതാണ് ചർച്ച ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇനിയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്നലെ നടന്ന, അത് 17/1/2021 നടന്ന കേട്ടറ്റ് കാറ്റഗറി 3 ഹിന്ദിയിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. 71ാമത്തെ ചോദ്യം, ओम प्रकाश वाल्मीकि की रचना जूडन किसके अंतर्गत आती है? ऑप्शन ए दलित साहित्य के, बी स्त्री विमर्श के, सी बाल साहित्य के, डी पर्यावरण विमर्श के. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ദളിത സാഹിത്യക്ക് എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 72ാമത്തെ ചോദ്യം, 3 बजे दिन में आ गए वे जब वे आए किसी ने सोचा तक नहीं था कि ऐसे भी आ सकते हैं सारस. ये पंक्तियाँ किस कविता की है? ऑप्शन ए बंगाल का काल, बी अकाल में सारस, सी वर्षा राग, डी जमीन पक रही है. इसमें आंसर है ऑप्शन बी अकाल में सारस. അക്കാൽ മേ സാരസ് ആരുടെ രചനയാണ്? കേദാർനാഥിൻ്റെതാണ് അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 73ാമത്തെ ചോദ്യം, इनमें भीष्म साहनी का कौन सा उपन्यास साहित्य अकादमी पुरस्कार से सम्मानित है? ऑप्शन ए झरोखे, बी बसंती, सी തമസ്, ഡി കുന്തോ. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി തമസ് എന്നുള്ളതാണ് അല്ലേ? ഭീഷ്മ സാഹനിയുടെ ഉപന്യാസമാണ് തമസ് അല്ലേ? ഈ തമസിന് സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഏത് വർഷമാണെന്നറിയോ? 1985. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 74ാമത്തെ ചോദ്യം, इनमें कौन उपन्यास सम्राट के नाम से जाने जाते हैं? ऑप्शन ए चंद्रधर शर्मा गुलेरी, बी प्रेमचंद, सी जायसी, डी രാംധാരി സിംഗ് ദിനകർ. ഇതിൽ ഉപന്യാസ സമ്രാട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആരെന്നാണ് ചോദ്യം. ഇതിലെ ആൻസർ എന്ന ഓപ്ഷൻ ബി പ്രേംചന്ദ്. വളരെ സിമ്പിളായ ചോദ്യമാണ്, എല്ലാവർക്കും എഴുതാൻ പറ്റിയ ചോദ്യം ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ കഹാനി സമ്രാട്ട് എന്ന പേരിലും ആരറിയപ്പെടുന്നുണ്ട്? പ്രേംചന്ദ് അറിയപ്പെടുന്നുണ്ട് അല്ലേ? അപ്പോൾ 75ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. भारतेंदु हरिश्चंद्र ने केवल 17 वर्ष की अवस्था में एक पत्रिका निकाली थी. उसका नाम है ऑप्शन ए कवि वचन सुता, बी हंस, सी आलोचना, डी वागर्त. इसमें आंसर है ऑप्शन ए कवि वचन सुधा. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. 76ാമത്തെ ചോദ്യം, हिंदी का पहला एकांकी माने जाने वाली भारतेंदु हरिश्चंद्र की रचना कौन सी है? हिंदी का पहला एकांकी माने जाने वाली भारतेंदु हरिश्चंद्र की रचना कौन सी है? ऑप्शन ए वैदिकी हिंसा हिंसा न भवति, बी काली राज की सभा, सी कलि कौतुक, डी प्रेम धन. ഇതിലെ ആൻസർ എന്നത് ഓപ്ഷൻ എ വൈദികി ഹിംസ ഹിംസാന ഭവതി എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. 77ാമത്തെ ചോദ്യം, अनूठ ऐतिहासिक ग्रंथ हिंदी साहित्य का इतिहास के रचनाकार कौन है? ऑप्शन ए दिनकर, बी महावीर प्रसाद द्विवेदी, सी आचार्य रामचंद्र शुक्ल, डी हरिऔध. इसमें आंसर है ऑप्शन सी आचार्य रामचंद्र शुक्ल. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 78ാമത്തെ ചോദ്യം, हिंदी साहित्य के लगभग सभी सृजनात्मक विधाओं में महादेवी वर्मा की देन है. उनका निबंध संग्रह है. ऑप्शन ए अतीत के चलचित्र, बी स्मृति की रेखाएं, सी पद के साथी, डी ശൃംഖല की കടിയാം. ഇതിലെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ശൃംഖല की കടിയാം എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് കാണുന്നവരോട് പറയാനുള്ളത്, ഇതിൽ കുറേ കാര്യങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും, പക്ഷേ അത് ശരിയാവണമെന്നില്ല. ചിലപ്പോൾ ശരിയും ഉണ്ടാവും തെറ്റും ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നതാണ് നിങ്ങൾ ആൻസറായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്ന 78ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ശൃംഖല की കടിയാം എന്നുള്ളതാണ്. അപ്പോൾ 79ാമത്തെ ചോദ്യം,
जगदीश चंद्र माथुर का पौराणिक पात्रों से युक्त नाटक है। ऑप्शन ए कोणार्क, बी बोर का तारा, सी रीठ की हड्डी, डी മേരി ബംസുരി. അതിൽ എനിക്ക് തോന്നുന്നത് ഇതിൽ ശരിക്കും ആൻസർ ഉണ്ടോ ചോദിച്ചാൽ എനിക്ക് ഇല്ല എന്നാണ് പറയേണ്ടത്. പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ മേരി ബംസുരി അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ബാക്കി മൂന്നും ജഗദീഷ് ചന്ദ്ര മാഥുറിൻ്റെ തന്നെ എന്താണ് നാടകമാണ് അറിയാം. അതുപോലെ കൊണാർക്കിൻ്റെ പ്രകാശൻ വർഷം എന്ന് പറഞ്ഞ് 1951 ഇത് ഒഡീഷയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചാലൂക്യ രാജവംശമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു നാടകമാണ് വരുന്നത് കൊണാർക്ക് എന്നുള്ളത്. ബോർക്ക താര എന്നുള്ളത് ഐതിഹാസിക ഒരു ഏകാംഗിയാണ് വരുന്നത്. പിന്നെ വരുന്നത് രീഡ് കി ഹഡ്ഡി അത് വരുന്നത് പിന്നെ ഒരു ദഹേജ് പ്രതയാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ശരിക്കും വേണ്ടത് പഹല രാജ എന്നുള്ള ഓപ്ഷനാണ് വേണ്ടത്. അതാണ് ഈ പൗരാണിക പാത്രം സംയുക്ത നാടകം എന്നുള്ളതിന് എക്സാമ്പിൾ വരിക. പക്ഷേ ഇവിടെ ചില സമയത്ത് ഇത് ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓപ്ഷൻ എ കൊണാർക്ക് വരാമെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ഡൗട്ട്ഫുൾ ആണ് ഈ ഒരു ചോദ്യം എന്നുള്ളത്. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 80ാമത്തെ ചോദ്യം. जानवी कहानी किसकी रचना है? ऑप्शन ए जयशंकर प्रसाद की, बी कमलेश्वर की, सी जैनेन्द्र कुमार की, डी श्रीलाल शुक्ल की. इसमें आंसर है ऑप्शन सी जैनेन्द्र कुमार की. 81ാമത്തെ ചോദ്യം. इनमें वाक्य का सही रूप कौन सा है? ऑप्शन ए रहीम दो फल खरीदा, बी रहीम ने दो फलें खरीदी, सी रहीम ने दो फल खरीदे, डी रहीम दो फलें खरीदी. അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി റഹീമിനെ ദോ ഫൽ ഖരീദെ അല്ലേ. ഇതിൽ നമുക്കറിയാം ഖരീദിന എന്നുള്ള ക്രിയ എന്താണ്? സകർമ്മ ക്രിയയാണ് അല്ലേ. അപ്പോൾ എന്തായാലും കർത്താവിൻ്റെ കൂടെ എന്ത് വേണം? ഭൂതകാലം ഉപയോഗിക്കുമ്പോൾ കർത്താവിൻ്റെ കൂടെ നെ പ്രത്യയം വേണം അല്ലേ. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ എയും ഡിയും രണ്ട് ഓപ്ഷൻ നമുക്ക് മാറ്റി വെക്കാം അല്ലേ. പിന്നെ നമുക്ക് വരുന്നത് ബി ആണോ സി ആണോ എന്നുള്ള ഒരു സംശയമായിരിക്കും വരിക അല്ലേ. അപ്പോൾ ഇതിൽ അല്ലേ റഹീം എന്നുള്ള കർത്താവിൻ്റെ കൂടെ നെ പ്രത്യയം വന്നു അല്ലേ. പിന്നെ വരുന്ന ഫൽ എന്നുള്ളത് പുല്ലിംഗാണ് അല്ലേ. ഫൽ എന്ന് മാത്രമല്ല വരുന്നത് ദോ ഫൽ അല്ലേ. അപ്പോൾ ബഹുവചനാണ്. അപ്പോൾ ഖരീദേ എന്നാണ് വരിക. അപ്പോൾ ഫൽ ആണെങ്കിൽ ഖരീദ എന്ന് വരും, ദോ ഫലിനാവുമ്പോൾ ഖരീദേ എന്ന് വരും അല്ലേ. അപ്പോൾ അതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി റഹീമിനെ ദോ ഫൽ ഖരീദേ എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. 82ാമത്തെ ചോദ്യം. തേരാ സായി തുച്മേ ജ്യോ പുഹുപൻമേ ബാസ് കസ്തൂരി കാ മിരഗ് ജ്യോം ഫിരി ഫിരി ഠൂണ്ടേ ഖാസ് യ ദോഹ കിസ് കാ ഹേ അല്ലേ. നമ്മൾ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ ഇത് പഠിച്ച വരികളാണ്. ആരുടെ വരികളാണ് അറിയാലോ. ഓപ്ഷൻ എ മീരാഭായ് കാ, ബി തുളസീദാസ് കാ, സി കബീർ കാ, ടി റഹീം കാ. ഇതിന് ആൻസർ വരുന്ന ഓപ്ഷൻ സി കബീർ കാ എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. 83ാമത്തെ ചോദ്യം. കിനിമേ നിഹിത് സർവനാം എ കുച്ച്, ബി കോയി, സി കോന്, ഡി ക്യാ. ഇതിന് ആൻസർ വരുന്ന ഓപ്ഷൻ സി കോൻ എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. 84ാമത്തെ ചോദ്യം. व्यंग्य कहानी बोलाराम का जीव किसकी रचना है? ऑप्शन ए जयशंकर प्रसाद की, बी हरिशंकर परसाई की, सी मधु कांगरिया की, डी प्रियंवद की. आंसर है ऑप्शन बी हरिशंकर परसाई की. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. 85ാമത്തെ ചോദ്യം. इनमें प्रेमचंदोत्तर काल के कहानीकार है? ऑप्शन ए किशोरीलाल गोस्वामी, बी देवकी नंदन खत्री, सी गोपालराम गहमरी, डी यशपाल. ചോദിച്ചിരിക്കുന്നത് എന്താണ്? പ്രേംചന്ദോത്തർ കാൽക്കെ കഹാനികാരനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ ആൻസർ വന്ന ഓപ്ഷൻ ഡി യശ്പാൽ എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 86ാമത്തെ ചോദ്യം. ചമക്ക് ഉഠി सन 57 में वो तलवार पुरानी थी ये पंक्तियां सुभद्रा कुमारी चौहान की किस कविता की है? ऑप्शन ए झांसी की रानी की, बी उपेक्षा की, सी कोयल की, डी उल्लास की. इसमें आंसर है ऑप्शन ए झांसी की रानी की. അടുത്ത ചോദ്യം 87ാമത്തെ. കൃഷ്ണ സോപതി का कहानी संग्रह कौन सा है? ऑप्शन ए बुद्ध का कमंडल लद्दाख, बी जिंदगी नामा, सी मित्रों मरजानी, डी बादलों के घेरे. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ബാദലോं के घेरे എന്നുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കാം. 88. माँ बाप के वैवाहिक संबंध के टूटने की त्रासदी खुद रहे बच्चे को केंद्र में लिखकर लिखे गए मन्नू भंडारी का उपन्यास है? ऑप्शन ए महाभोज, बी कड़वा, सी आपका बंडी, डी ത്രചങ്കു. इसमें आंसर है ऑप्शन सी आपका बंडी. आपका ബണ്ടിയെ കുറിച്ച് മുൻപ് ഒരുപാട് തവണ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ആൻസർ आपका बंडी എന്നാണ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. इनमें कौन सी कहानी हिंदी की प्रारंभिक कहानियों में गिनी जाती है? ऑप्शन ए इंदुमती, बी परिंदे, सी പോൾ ഗോമര കാ സ്കൂട്ടർ, ഡി വാപ്പസി അല്ലേ. അപ്പോൾ ഇന്ദുമതി എന്നുള്ളതാണ് ഇതിൽ ആൻസർ. ഓപ്ഷൻ എ ആണ് ഇതിൽ ആൻസർ വരിക.
ഇന്ദുമതി ആരതാണ്? കിശോരിലാൽ ഗോസ്വാമിൻ്റെയാണ് അല്ലേ. പരിന്ദേ എന്നുള്ളത് നിർമ്മൽ വർമ്മയുടെയാണ്. പോൾ ഗോമരക്ക സ്കൂട്ടർ എന്നുള്ളത് ഉദയപ്രകാശിൻ്റെ എന്നറിയാം. വാപ്പസി ഉഷാ പ്രിയംവദയുടെ ആണ്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്ന ഓപ്ഷൻ എ ഇന്ദുമതി എന്നുള്ളതാണ്. 90ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. വ്യാകരണിക ദൃഷ്ടി സെ സഹി വാക്യ. ഓപ്ഷൻ എ ലഡ്ക പുസ്തകേൻ ലായി, ബി ലഡ്കേനെ പുസ്തകേൻ ലായി, സി ലഡ്കേനെ പുസ്തകേൻ ലായ, ഡി ലഡ്ക പുസ്തകേൻ ലായ. ഇത് നമുക്ക് പലപ്പോഴും നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം ഇല്ലേ. ലാ ബോൽ ബൂൽ അല്ലേ, അതുപോലെ സക്ക് ചുക്ക് ഇതല്ലേ, ഇതിൻ്റെയൊക്കെ കൂടെ എന്ത് ചേർക്കാൻ പാടില്ല? കർത്താവിൻ്റെ കൂടെ നെ പ്രത്യേകം ചേർക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമമുണ്ട് അല്ലേ. അത് പ്രകാരം നമുക്ക് ഓപ്ഷൻ ബിയും സിയും ഇതിൽ നിന്ന് തട്ടിക്കളയാം അല്ലേ, കട്ട് ചെയ്യാം. അപ്പം ബാക്കി ഏതാ വരുന്നത്? ഓപ്ഷൻ എയും ഡിയും ആണ് വരുന്നത് അല്ലേ. ഓപ്ഷൻ എ എന്താണ്? ലഡ്ക പുസ്തകേൻ ലായി, ഡി ലഡ്ക പുസ്തകേൻ ലായ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ കർത്താവിൻ്റെ കൂടെ നേ ഉണ്ടെങ്കിലാണ് ക്രിയ കർമ്മത്തിൻ്റെ ലിംഗവചനങ്ങൾക്കനുസരിച്ച് പോകേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ കർത്താവിൻ്റെ കൂടെ നേ ഇല്ല. അപ്പോൾ എന്ത് വരും? ക്രിയ കർമ്മത്തിൻ്റെ ലിംഗവചനങ്ങൾക്കനുസരിച്ച് പോകേണ്ടതില്ല. അപ്പോൾ കർത്താവിനനുസരിച്ചാണ് പോകേണ്ടത് അല്ലേ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ലഡ്ക പുസ്തകേൻ ലായ എന്നുള്ളതാണ് വരിക. അപ്പോൾ 91ാമത്തെ ചോദ്യം. മൈല ആഞ്ചൽ കിസ്ക ഉപന്യാസ് ഹെ? ഓപ്ഷൻ എ ദേവകി നന്ദൻ ഖത്രെ, ബി ഫണീശ്വർ നാഥ് രേണു, സി ഭൈരവ പ്രസാദ് ഗുപ്ത്, ഡി ശൈലേഷ് മട്ടിയാനി. അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഫണീശ്വർ നാഥ് രേണുവിൻ്റെയാണ് അല്ലേ. മൈല ആഞ്ചൽ എന്നുള്ളത് ഒരു ആഞ്ചലിക് ഉപന്യാസം കൂടിയാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ആഞ്ചലിക് ഉപന്യാസം അല്ലെങ്കിൽ ഫസ്റ്റ് നോവൽ തന്നെ എന്ത് തന്നെയാണ്? ഈ മൈല ആഞ്ചൽ എന്ന് തന്നെയാണ്. ഫണീശ്വർ നാഥ് രേണുവാണ് ആൻസർ. അപ്പോൾ അടുത്ത ചോദ്യം 92ാമത്. ചിന്താമണി കിസ് പ്രകാർ की रचना है? ഓപ്ഷൻ എ നിബന്ധാത്മക്, ബി കാവ്യാത്മക്, സി നാട്യാത്മക്, ഡി സംസ്മരണാത്മക്. അതിൻ്റെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി കാവ്യാത്മക് എന്നുള്ളത് അല്ലേ. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 93. कविता के नए प्रतिमान किस सृजनात्मक विधा की रचना है? ഓപ്ഷൻ എ കാവ്യ, ബി ആലോചന, സി സംസ്മരൺ, ഡി യാത്രാവർത്ത് അല്ലേ. ഇതിൽ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആലോചന എന്നുള്ളതാണ്. 94ാമത്തെ ചോദ്യം. इनमें किस नाटक में महंत अपने 2 चेलों के साथ प्रस्तुत होते हैं? ऑप्शन ए सीताहरण, बी शिक्षादान, सी अंधेर नगरी, ഡി ബൂഢേ മുഹ് മുഹാസെ. ഇതിൽ ആൻസർ വരുന്ന ഓപ്ഷൻ സി അന്തേർ നഗരി എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യം. वो आता दो टूक कलेजे को करता पछताता पद पर आता निराला की किस कविता की पंक्तियां है? ऑप्शन ए चूही की कली की, बी भिक्षुक की, सी तोड़ती पत्थर की, ഡി സന്ധ്യാ സുന്ദരി की. ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഭിക്ഷുക് കി എന്നുള്ളതാണ് അല്ലേ. നിരാലയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കവിതയാണ് ഭിക്ഷുക് എന്നുള്ളത് അല്ലേ. ആ കവിതയിലെ വരികളാണ് വോ ആത്ത ദോ ടൂക്ക് കലേജേക്കോ കർത്ത പശുതാത്ത പതുപ്പറാത്ത. ഈ വരിയിലൂടെയാണ് ഈ കവിത സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 96ാമത്തെ ചോദ്യം. ഹൽക്കുനെ പ്രസന്ന മുഖസെ കഹ രാത് കോ ठंड में यहाँ सोना तो न पड़ेगा ये प्रेमचंद की किस कहानी का अंतिम वाक्य है? ऑप्शन ए कफन, बी ईदगाह, സി പൂസ് കി രാത്ത്, ഡി പരീക്ഷ. ഇതിൽ ആൻസർ വരുന്ന ഓപ്ഷൻ സി പൂസ് കി രാത്ത് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇന്നലെ കേട്ടറ്റ് 4ലും ഇതുപോലെ ഒരു ചോദ്യം പറ്റുന്നല്ലേ. ജോഖു എന്നുള്ള ആ ഒരു നായ ഏത് കഥയിലാണ് വരുന്നത്? അപ്പം അത് ഇത് തന്നെയായിരുന്നു അല്ലേ, പൂസ് കി രാത്ത് തന്നെയായിരുന്നല്ലേ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. 97ാമത്തത്. നയി കഹാനി ആന്തോളൻ കെ പ്രമുഖ ലേഖക की कहानी के मलबे का मालिक रचनाकार कौन है? ऑप्शन ए कमलेश्वर, बी राजेंद्र यादव, सी मोहन रागेश, डी शैलेश मटियानी. इसमें आंसर है ऑप्शन सी मोहन रागेश. അടുത്ത ചോദ്യം नंबर 98. प्रथम विश्व युद्ध की पृष्ठभूमि में लिखी गई चंद्रधर शर्मा गुलेरी की कहानी कौन सी है? ऑप्शन ए उसने कहा था, बी सुखमय जीवन, सी बुद्धू का कांडा, ഡി പാഠശാല. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഉസ്നെ കഹാഥ എന്നുള്ളതാണ് അല്ലേ. ഉസ്നെ കഹാഥ എന്നുള്ള കഹാനിയെക്കുറിച്ച് നമ്മൾ മുൻപ് ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലേ. 1915 അതുപോലെ പിന്നെന്താണ് സരസ്വതി പത്രികയിൽ ആദ്യമായിട്ട് അച്ചടിച്ചു വന്നതും ഈ ഉസ്നെ കഹാഥ അല്ലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ കഹാനിയുടെ അല്ലെ ആരംഭത്തിൽ ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് അല്ലെ. പ്രേംചന്ദിൻ്റെ 1915 ഇറങ്ങിയ കഥയാണ് നമുക്കറിയാം പഞ്ചപരമേശ്വർ. അതേ കാലഘട്ടത്തിൽ തന്നെ ഇറങ്ങിയ കഥ തന്നെയാണ് ഉസ്നെ കഹാഥ എന്നുള്ളത് അല്ലേ. അപ്പോൾ ഒരു കഹാനി എന്ന രൂപത്തിലൊരു സ്ഥാനക്ക് നൽകിയത് ഈ കഥയാണ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ആൻസർ എന്ന ഓപ്ഷൻ എ ഉസ്നെ കഹാഥ എന്നുള്ളതാണ് ആൻസർ. ഈ ചന്ദ്രധർ ശർമ്മ ഗുലേരിയുടെ മറ്റ് കഥകളാണ് സുഖമയ ജീവനും ബുദ്ധൂ കാ കാണ്ട എന്നുള്ളത്. അദ്ദേഹത്തിന് ആകെ 3 കഥകളേ ഉള്ളൂ. ആദ്യത്തെ കഥയാണ് ഉസ്നെ കഹാഥ. അപ്പോൾ ഈ കഥയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ പ്രീവിയസ് ആയിട്ട് മുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. 99ാമത്തെ ചോദ്യം. प्रेमचंद के किस उपन्यास का मुख्य पात्र सूरदास है? ऑप्शन ए सेवा सदन, बी रंगभूमि, सी गबन, डी प्रेमासम. इसमें आंसर है ऑप्शन बी रंगभूमि. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. 100ാമത്തെ ചോദ്യം. ठाकुर का कुआं कहानी का विषय है? ए
जाति प्रथा से उत्पन्न विषमता, बी बाल विवाह की समस्या, सी दहेज प्रथा, डी पूंजीवाद शोषण. इसमें आंसर है ऑप्शन ए जाति प्रथा से उत्पन्न विषमता. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 101ാമത്തെ ചോദ്യം. इनमें भारतेंदु हरिश्चंद्र का राष्ट्रीय भावना से युक्त नाटक है. ऑप्शन ए वर्तमान दशा, बी देश दशा, सी भारत सौभाग्य, डी भारत दुर्दशा. इसमें आंसर है ऑप्शन डी भारत दुर्दशा. അടുത്ത ചോദ്യം 102. मीराबाई की रचनाओं की विशेषता, ए सूफी काव्य, बी रामभक्ति काव्य, सी कृष्णभक्ति काव्य, डी ज्ञानाश्रयी काव्य. इसमें आंसർ है ഓപ്ഷൻ സി കൃഷ്ണഭക്തി കാവ്യം അല്ലേ. മീരാഭായി നമുക്ക് എപ്പോഴും കൃഷ്ണനോട് ചേർത്ത് മാത്രമേ കാണാൻ വേണ്ടി പറ്റുകയുള്ളൂ അല്ലേ. അപ്പം കൃഷ്ണഭക്തി കാവ്യമാണ് അല്ലേ മീരാഭായിയുടെ രചനയുടെ വിശേഷത എന്ന് പറയുന്നത്. അപ്പം അടുത്ത ചോദ്യം നോക്കാം. 103ാമത്തെ. द्वितीय विश्व युद्ध के अंत के भीषण नरसंहार पर अज्ञेय जी की लिखी गई कविता है. ऑप्शन ए कलगी बाजरे की, बी आंगन के पार द्वार, सी हिरोशिमा, डी कितनी नावों में कितनी बार. इसमें आंसर है हिरोशिमा. 103ാമത്തെ ചോദ്യം അതായത് ദ്വിതീയ വിശ്വയുദ്ധ के अंत के भीषण नरसंहार पर अज्ञेय जी की लिखी गई कविത. എന്താണ് കവിതയുടെ പേര്? ഹിരോഷിമ. ആൻസർ ഓപ്ഷൻ സി ഹിരോഷിമ എന്നുള്ളതാണ് അല്ലേ. ഇത് അരി ഓ കരുൺ പ്രഭാമയി എന്ന കാവ്യസംഗ്രഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു കവിതയാണ്. അത് ഇറങ്ങിയത് 1959. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. 104ാമത്തെ ചോദ്യം. വർഷ 2010 में केंद्र साहित्य अकादमी पुरस्कार प्राप्त उदय प्रकाश की लंबी कहानी है. ऑप्शन ए अंतिम नींबू, बी अंबर में अबाबील, സി തിർച്ചി, ഡി മോഹൻദാസ്. അതിൽ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, മോഹൻദാസ് ആണ് അല്ലേ. ആ ഒരു കാലഘട്ടത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇദ്ദേഹം സാഹിത്യ അക്കാദമി പുരസ്കാർ തിരിച്ചു കൊടുക്കുന്നതെന്നൊക്കെ കുറച്ച് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി മോഹൻദാസ് എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. 105ാമത്തെ ചോദ്യം. കൈ ദിനോं तक चूल्हा रोया चक्की रही उदास, नागार्जुन की किस कविता की पंक्ति है. ऑप्शन ए सुन रहा हूं की, बी जंगल में की, सी अकाल में और उसके बाद, डी प्रेत का बयान. इसमें आंसर है ऑप्शन सी अकाल और उसके बाद. ഇത് ഹൈസ്കൂളിൽ പഠിക്കാനുള്ള ഒരു കവിതയാണ് കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 106ാമത്തെ. महाभारत के प्रतीकों को लेकर धर्मवीर भारती की लिखी गई कविता है. ऑप्शन ए टूटा पहिया, बी उत्तरी शाम, सी सांझ के बादल, डी गुनाह का गीत. इसमें आंसर है ऑप्शन ए टूटा पहिया. അടുത്ത ചോദ്യം നോക്കാം. 107ാമത്തെ. मैया मोहिम दावू बहुत खिंचायो किसके पद का अंश है. ऑप्शन ए कबीर के, बी रहीम के, सी तुलसी के, डी सूरदास है. इसमें आंसर है ഓപ്ഷൻ ഡി സൂർദാസ് കെ. സൂർദാസിന്റെ വരികളാണ് ഈ പറഞ്ഞത്. എന്താണ് വരികൾ? മയ്യ മോഹിം ദാവു ബഹൂത് കിച്ചായോ അല്ലേ. ഓപ്ഷൻ ഡി സൂർദാസ് കെ, അതാണ് ആൻസർ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. 108ാമത്തെ ചോദ്യം. आदिकाल के प्रमुख प्रबंध काव्य पृथ्वीराज रासो के रचनाकार है. ऑप्शन ए हर्षवर्धन, बी गसनवी, സി ചന്ദബർദായി, ഡി ഭൂഷൺ. നമുക്കറിയാം ഇന്ത്യക്ക പഹല മഹാകാവി എന്ന് ചോദിച്ചാൽ ആൻസർ എന്താ? പൃഥ്വിരാജ് രാസോ ആണ്. ആ പൃഥ്വിരാജ് രാസോ എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ പൃഥ്വിരാജ് രാസോയുടെ കവി ആരാണ്? ചന്ദബർദായി ആണ് ഇല്ല. ഇതിൽ ആൻസർ ഓപ്ഷൻ സി ചന്ദബർദായി എന്നുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കാം. രൗദ്ര രസ് കാ സ്ഥായി ഭാവ്, എ ഘൃണ, ബി ഉത്സാഹ്, സി ക്രോധ്, ഡി ഭയ്. അപ്പോൾ രൗദ്ര രസിന്റെ സ്ഥായി ഭാവം എന്താണ്? ഓപ്ഷൻ സി ക്രോധ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. നാഖൂൻ ക്യോം बढ़ते हैं, नाखून क्यों बढ़ते हैं किसकी निबंधात्मक रचना है. ऑप्शन ए बनारसी दास चतुर्वेदी की, बी हरशंकर शर्मा की, सी हसारी प्रसाद द्विवेदी की, डी രാമവൃക്ഷ ബേനിപുരിക്ക്. इसमें ആൻസർ है ഓപ്ഷൻ സി ഹസാരി പ്രസാദ് ദ്വിവേദിക്ക്. ഇത് വളരെ ഫേമസ് ആയ ഒരു നിബന്ധമാണ് കേട്ടോ, ഹസാരി പ്രസാദ് ദ്വിവേദിയുടെ നാഖ്യൂൻ ക്യോം ബഡ്തേ ഹേ എന്നുള്ളത് അല്ലേ. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 111ാമത്തെ ചോദ്യം. मैथिली कोकिल नाम से प्रसिद्ध हिंदी के आदि गीतकार कौन है. ऑप्शन ए विद्यापति, बी जगनिक, सी നരപതി നാൽഹ്, ഡി ജായ്സ്. इसमें ആൻസർ है ഓപ്ഷൻ എ വിദ്യാപതി അല്ലേ. നമ്മളിത് മുന്നേ ചർച്ച ചെയ്തിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് അല്ലേ. മൈഥിൽ കോകിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിന്ദിയിലെ കവി വിദ്യാപതിയാണ് അല്ലേ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. 112ാമത്തെ ചോദ്യം. ധ്രുവസ്വാമിനി കിസ്കാ നാടക് ഹെ. ഓപ്ഷൻ എ സുദർശൻ കാ, ബി ജയശങ്കർ പ്രസാദ് കാ, സി നാരായൺ പ്രസാദ് കാ, ഡി പ്രതാപ് നാരായൺ മിശ്ര കാ. ഇതിൽ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ജയശങ്കർ പ്രസാദിൻ്റെതാണ് അല്ലേ. ധ്രുവസ്വാമിനി എന്നുള്ളത് ജയശങ്കർ പ്രസാദിൻ്റെ അവസാനത്തെ നാടകമാണ്. അതുപോലെ സ്ത്രീകളുടെ അല്ലേ വിവാഹമുക്തിനെ കുറിച്ചുള്ള ഒരു നാടകമാണ്, അതായത് ഡിവോഴ്സ് ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ അല്ലേ. അപ്പോൾ പിന്നെ ധ്രുവസ്വാമിനി എന്നുള്ള നാടകം 1933 പബ്ലിഷ് ചെയ്തത്. അപ്പോൾ അതിൽ ആൻസർ ധ്രുവസ്വാമിനി കിസ്ക നാടക ഹെ. ഓപ്ഷൻ ബി ജയശങ്കർ പ്രസാദ് ക.
അപ്പോൾ അടുത്ത ചോദ്യം 113. മോഹൻ രാകേഷ് का पहला और सर्वोत्तम नाटक माना जाता है. ऑप्शन ए लहरों के राजहंस, बी आषाढ़ का एक दिन, सी आधे अधूरे, ഡി ബഹുത്ത് ബഡാ സവാൽ. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആഷാഢ കാ ഏക് ദിൻ എന്നുള്ളതാണ് അല്ലെ. അദ്ദേഹത്തിന്റെ ആദ്യത്തതും അതുപോലെ ഏറ്റവും ഉത്തമമായ നാടകം ഏതാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ആഷാഢ കാ ഏക് ദിൻ ആണ് ആദ്യത്തെ നാടകം. രണ്ടാമത്താണ് ലഹരോം കെ രാജഹംസം. മൂന്നാമത്താണ് ആധേ അധൂരെ എന്നുള്ളത്. ആധേ അധൂരെ 1969 എൻ്റെ ഓർമ്മ. അപ്പോൾ ഇതിൽ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആഷാഢ കാ ഏക് ദിൻ എന്നുള്ളതാണ്. അപ്പോൾ കാളിദാസനെ കുറിച്ചിട്ടുള്ള ഒരു നാടകം കൂടിയാണത്. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 114 ചോദ്യം. नागार्जुन का एक उपन्यास विधवा चाची गौरी की शारीरिक मानसिक यंत्रणा को रेखांकित करता है. उपन्यास का नाम है ऑप्शन ए रघुनाथ की चाची, बी अंतिम अरण्य, सी വേദിൻ, ഡി ഗോദാൻ. ആൻസർ എന്ന ഓപ്ഷൻ എ ആണ്. രതിനാഥ് കി ചാച്ചി എന്നുള്ളതാണ് ആൻസർ വരുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. 115 ചോദ്യം. അഗേയ്ക്ക് ശേഖരയ്ക്ക് ജീവനി കിസ് വിധാക്കി രചന ഹെ. ഓപ്ഷൻ എ ആത്മകഥ, ബി സംസ്മരണ, സി ജീവനി, ഡി ഉപന്യാസ്. ആൻസർ ഹെ ഓപ്ഷൻ ഡി ഉപന്യാസ്. അതിന് തന്നെ 2 ഭാഗങ്ങളുണ്ട് ഒക്കെ നമുക്കറിയാം അല്ലേ. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 116 ചോദ്യം. ഛായാവാദി കാവ്യ की विशेषताओं में एक है. ऑप्शन ए अति यथार्थवाद, बी सौंदर्यमयी कल्पना, सी वीरस की अधिकता, ഡി നൈതികത का കഠോർ ബന്ധൻ. ഇതിന് ആൻസർ എന്ന ഓപ്ഷൻ ബി സൗന്ദര്യമയി കൽപ്പന എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. 117. നദി തൂ ഇतनी दुबली क्यों है. ज्ञानेंद्र पदी की किस कविता की पंक्तियां है. ऑप्शन ए गमछे की गंदगी, बी मानव बम की, सी नदी और साबुन की, डी പൈസാ അല്ല പ്യാസ കുവാം की അല്ലേ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? ജ്ഞാനേന്ദ്രപതിയുടെ ഏത് കവിതയിലെ വരികളാണ് ഈ പറഞ്ഞത് അല്ലേ. ഇത് വളരെ ഫേമസ് ആയ ഒരു കവിതയാണ്. ഇതാണ് കവിത. ഓപ്ഷൻ സി നദി ഔർ സാബുൻ की. നദി ഔർ സാബുൻ എന്നുള്ള ജ്ഞാനേന്ദ്രപതിയുടെ കവിത വളരെ ഫേമസ് ആണ്. അതിലെ വരികളാണ് നദി തൂ ഇतनी दुबली क्यों है എന്നുള്ളത് അല്ലേ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. 118. सिंहासन खाली करो की जनता आती है किस कविता से उद्धृत है. ये जनता जनतंत्र का जन्म से, बी अभिनव मनुष्य से, सी पुरुरवा से, डी उर्वशी से. इसमें आंसर है ऑप्शन ए जनतंत्र का जन्म से അല്ലേ. രാംധാരി സിംഗ് ദിനകറിൻ്റെ വിധിയാണത് അല്ലേ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. 119. ആഖിരി ചട്ടാൻ തക്ക് किस साहित्यकार की रचना है. ये अलका सरावगी की, बी मोहन राकेश की, सी मेहरुन्निसा परवेज की, डी मृदुला गर्ग की. इसमें आंसर है ऑप्शन बी मोहन राकेश की. അടുത്തത് 120 ചോദ്യം. वर्ष 2016 में साहित्य अकादमी पुरस्कार से सम्मानित लेखिका है नासिरा शर्मा. उनके किस उपन्यास को यह पुरस्कार मिला था. ऑप्शन ए सिंधा मुहावरे, बी अक्षयवट, सी പാരിജാത്, ഡി കാഗസ് കി നാവ്. इसमें ആൻസർ है ഓപ്ഷൻ സി പാരിജാത്. 2016 സാഹിത്യ അക്കാദമി പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? നാസിറ ശർമ്മക്കാണ് ലഭിച്ചത് അല്ലേ. ഇതാണ് രചനയുടെ പേര്, പാരിജാത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഹിന്ദി സാഹിത്യത്തെ ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്തത്. അതുപോലെ കുറച്ച് ഗ്രാമറും അല്ലേ. ഇത്രയാണ് ഞാൻ നിങ്ങളോട് ചർച്ചകൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ ഇതിലെത്ര ശരിയുണ്ട് തെറ്റുണ്ട് ഒക്കെ നോക്കുക. അതുപോലെ എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നതാണ്. തെറ്റോ മറ്റോ ഉണ്ടെങ്കിൽ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.